അമ്മക്കിളിയുടെ കുഞ്ഞിക്കിളികളെ, എന്തുണ്ട് വിശേഷം? ഉറങ്ങാൻ പോവുകയാണോ എല്ലാവരും? എന്നാൽ ഒരു കഥ കേട്ട് ഉറങ്ങിയാലോ നമുക്ക്? ഇന്ന് അമ്മക്കിളി ആരുടെ കഥയാണെന്നോ പറയാൻ പോകുന്നത്? ഒരു മുയലിൻ്റെ, ബുദ്ധിമാനായ ഒരു മുയലിൻ്റെ കഥ. തുടങ്ങാം നമുക്ക്. കിടന്നോ എല്ലാവരും? അച്ഛനോടും അമ്മയോടുമൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞോ എല്ലാവരും? നല്ല കുഞ്ഞുങ്ങൾ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അമ്മക്കിളി കഥ തുടങ്ങാൻ പോവുകയാണേ. പണ്ട് പണ്ട്, വളരെ പണ്ട്, മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു കാടുണ്ടായിരുന്നു. പുല്ലാനിക്കാട് എന്നായിരുന്നു ആ കാടിൻ്റെ പേര്. ആ കാട്ടിൽ ഒരു വലിയ ആനയുണ്ടായിരുന്നു. ഗംഗൻ, അതായിരുന്നു ആ ആനയുടെ പേര്. ഇത് വെറും ഒരു സാധാരണ ആനയല്ല കേട്ടോ. ഗംഗനായിരുന്നു ആ കാട്ടിലെ ആനകളുടെ രാജാവ്. പുല്ലാനിക്കാട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴ ലഭിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുല്ലാനിക്കാട്ടിൽ കടുത്ത വരൾച്ചയുമുണ്ടായി. എല്ലാ തടാകങ്ങളും കുളങ്ങളും പൂർണ്ണമായും വറ്റിവരണ്ടു. മൃഗങ്ങൾക്കൊന്നും കുടിക്കുവാൻ ഒരിറ്റു വെള്ളം ലഭിക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആനക്കൂട്ടം ഒരു ദിവസം അവരുടെ രാജാവായ ഗംഗനാനയോട് പോയി പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് കാണുന്നില്ലേ ഈ വരൾച്ച? കുളങ്ങളും തടാകങ്ങളും എല്ലാം വറ്റിവരണ്ടു. ഇങ്ങനെ പോയാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ലഭിക്കാതെ ഞങ്ങളെല്ലാം ചത്തുപോകും. ഇതിനൊരു പരിഹാരം കണ്ടെത്തി തന്നാലും രാജാവേ. അവരുടെ ഈ സങ്കടം കേട്ടപ്പോൾ ഗംഗനാന അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. നമ്മുടെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാട്ടിലൂടെ കുറച്ചു ദൂരം പോകുമ്പോൾ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ എപ്പോഴും നിറയെ വെള്ളമുണ്ടാകും. അതിനാൽ നമുക്ക് അവിടെ പോയി ആ തടാകത്തിനടുത്ത് ഇനി മുതൽ ജീവിക്കാം. അതു കേട്ടതും ആനക്കൂട്ടത്തിന് സന്തോഷമായി. അവർ ആനരാജാവ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര തുടങ്ങി. അങ്ങനെ അവർ കുറച്ചു ദിവസങ്ങൾ യാത്ര ചെയ്ത് ആ തടാകത്തിനടുത്തെത്തി. തടാകം കണ്ടപ്പോൾ അവർക്കൊക്കെ എന്തു സന്തോഷമായെന്നോ. തടാകം നിറയെ നല്ല തെളിഞ്ഞ വെള്ളം. അങ്ങനെ ആനക്കൂട്ടം അവിടെ തടാകത്തിനടുത്ത് താമസമാക്കി. ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ അവിടെ ജീവിച്ചു പോന്നിരുന്നത്. ആ തടാകക്കരയിൽ തടാകത്തിന് ചുറ്റുമായിട്ട് ഒത്തിരി കുഞ്ഞൻ മുയലുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ആ മുയലുകളുടെ മാളങ്ങളും ആ തടാകത്തിന് ചുറ്റുമായിരുന്നു. ആനകൾ വെള്ളം കുടിക്കാനായി തടാകത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഈ കുഞ്ഞൻ മുയലുകളെയും അവരുടെ മാളങ്ങളുമൊക്കെ ചവിട്ടിക്കൊണ്ടാണ് പോകുന്നത്. കാരണം മുയലുകൾ ഇത്തിരി കുഞ്ഞന്മാരായതുകൊണ്ട് ആനകൾക്ക് അവരെയോ അവരുടെ മാളങ്ങളെയോ കാണാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് മുയലുകൾ ഈ ആനകളുടെ ചവിട്ടേറ്റ് ദിവസവും ചത്തുകൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു ദിവസം ആനകളുടെ ചവിട്ടേൽക്കാതെ രക്ഷപ്പെട്ട മുയലുകൾ എല്ലാവരും കാട്ടിൽ ഒരിടത്ത് ഒത്തുകൂടി. കൂട്ടത്തിൽ ഇത്തിരി കുഞ്ഞൻ മുയലുകളുടെ രാജാവായ കാക്കിരി മുയലും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലെ പ്രായമായ ഒരു കുഞ്ഞൻ മുയൽ കാക്കിരി മുയലിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവേ, ഈ ആനക്കൂട്ടം ദിവസവും വെള്ളം കുടിക്കാൻ വരുന്നത് കൊണ്ട് ഞങ്ങളെല്ലാവരും ഭയന്നാണ് ജീവിക്കുന്നത്. ഇങ്ങനെ തുടർന്നു പോയാൽ വൈകാതെ ആ ആനക്കൂട്ടത്തിൻ്റെ ചവിട്ടേറ്റ് എല്ലാവരും ചാവും. അങ്ങ് ഇതിനൊരു പോംവഴി എത്രയും വേഗം കണ്ടെത്തി തരണം. കാക്കിരി മുയൽ ഇതെല്ലാം കേട്ടു. അതിബുദ്ധിമാനായിരുന്നു കാക്കിരി. അങ്ങനെ അവർ കാക്കിരി മുയലിൻ്റെ നിർദ്ദേശപ്രകാരം ആനരാജാവിനെ കണ്ടു സംസാരിക്കുവാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാത്രി കാക്കിരി മുയലും ഇത്തിരി കുഞ്ഞൻ മുയലുകളും കൂടി ഗംഗനാനയെ കണ്ടുമുട്ടി. കാക്കിരി മുയൽ ആനരാജാവിനോട് പറഞ്ഞു,
മഹാനായ ആനരാജാവേ, നിനക്ക് നമസ്കാരം. ഞാൻ ഈ തടാകക്കരയിലെ ഇത്തിരി കുഞ്ഞൻ മുയലുകളുടെ രാജാവായ കാക്കിരി മുയലാണ്. ഞാനിപ്പോൾ വന്നത് ചന്ദ്രദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ്. നിങ്ങൾ ആനക്കൂട്ടം ഇത്തിരി കുഞ്ഞൻ മുയലുകളെ ചവിട്ടി ഉപദ്രവിക്കുന്നതിലൂടെ ആ തെളിനീരുള്ള തടാകത്തിൻ്റെ വിശുദ്ധി കളഞ്ഞുവെന്നു നിങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ ചന്ദ്രഭഗവാന് നിങ്ങളോട് അതിയായ ദേഷ്യമുണ്ട് എന്നും നിങ്ങളെ അറിയിക്കുവാനായി അദ്ദേഹം അയച്ചതാണ് എന്നെ. അത് കേട്ടതും ഗംഗനാന വേഗം മുട്ടുകുത്തിക്കൊണ്ട് കാക്കിരി മുയലിനോട് പറഞ്ഞു, സുഹൃത്തേ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾ ചന്ദ്രഭഗവാന്റെ ഇഷ്ടത്തിനെതിരായാണ് ചെയ്തത്. ഇനി ഒരിക്കലും ഞങ്ങളിത് ആവർത്തിക്കുകയില്ല. എനിക്ക് ചന്ദ്രഭഗവാനോട് എത്രയും വേഗം ക്ഷമ ചോദിക്കണം. അതിനാൽ നീ എനിക്ക് അദ്ദേഹത്തെ കാണുവാനുള്ള വഴി കാണിച്ചു തരൂ. അപ്പോൾ കാക്കിരി മുയൽ പറഞ്ഞു, അതിനെന്താ, എൻ്റെ കൂടെ വരൂ. ഞാൻ നിങ്ങളെ ചന്ദ്രഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അത് പറഞ്ഞ് കാക്കിരി മുയൽ ആനക്കൂട്ടത്തെയും ഗംഗനാനയെയും തടാകക്കരയിലേക്ക് കൊണ്ടുപോയി. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്തുള്ള ചന്ദ്രൻ്റെ പ്രതിബിംബം തടാകത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ നന്നായി നല്ല വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു. കാക്കിരി മുയൽ അത് ആനരാജാവിന് കാണിച്ചു കൊടുത്തു. ആനരാജാവ് നോക്കിയപ്പോൾ തടാകത്തിലെ വെള്ളം ഓളം വെട്ടുന്നതും ചന്ദ്രൻ്റെ പ്രതിബിംബം വെള്ളത്തിനൊപ്പം അനങ്ങുന്നതുമാണ് കണ്ടത്. അത് കണ്ട ഗംഗനാന വേഗം ചന്ദ്രഭഗവാനോട് മാപ്പ് പറയുകയും ഇനി ഒരിക്കലും ഇത്തിരി കുഞ്ഞൻ മുയലുകളെയോ ചന്ദ്രഭഗവാനെയോ ശല്യം ചെയ്യുകയില്ല എന്നും വാക്കുകൊടുത്തു. തങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കോളാം എന്നും പറഞ്ഞു. എന്നിട്ട് ആനരാജാവ് വേഗം ആനക്കൂട്ടത്തെയും കൂട്ടി അവിടെ നിന്നും മറ്റൊരു കാട്ടിലേക്ക് യാത്ര തിരിച്ചു. അത് കണ്ട് ഇത്തിരി കുഞ്ഞൻ മുയലുകൾ ആർപ്പ് വിളിച്ചു. അവരുടെ രാജാവായ കാക്കിരി മുയലിനെ പൊക്കിയെടുത്തവർ ജയ് വിളിച്ചു. അങ്ങനെ കാക്കിരി മുയലിൻ്റെ ബുദ്ധിപൂർവമായ നീക്കം കാരണം അവരെല്ലാം രക്ഷപ്പെട്ടു. പിന്നീട് ഇത്തിരി കുഞ്ഞൻ മുയലുകളും അവരുടെ രാജാവും ആ തടാകക്കരയിൽ ഒത്തിരി സന്തോഷത്തോടെ ഒരുപാട് നാൾ ജീവിച്ചു. കുഞ്ഞിക്കിളികൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഉറങ്ങിപ്പോയോ എല്ലാവരും? എന്നാൽ ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം അമ്മക്കിളി വരാമേ. എൻ്റെ കുഞ്ഞിക്കിളികൾക്ക് ചക്കരയുമ്മ.